അതിമനോഹരമായി തനിക്ക് സ്വയത്തമായ രൂപത്തിൽ ഖുർആനിക ആയത്തുകൾ ഓതി നമ്മുടെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായ ബഹുമാനപ്പെട്ട രാഹുൽജി തൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. യഥാർത്ഥത്തിൽ നിയോഗം, തിരുദൂതർ നിയോഗം എന്ന ഈ പുസ്തകത്തിൻ്റെ ഒരു നിയോഗം പോലെ ആയിരിക്കും അദ്ദേഹം ഈ വാക്കുകൾ കൊണ്ട് തൻ്റെ പ്രസംഗങ്ങൾ അവസാനിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു ദൈവിക നിയോഗം, അല്ലെങ്കിൽ അത് അവസാന മിനിറ്റിൽ അദ്ദേഹം പറയേണ്ടതില്ല. സത്യത്തിൽ അതാണ് ഈ പുസ്തകത്തിൻ്റെ മെസ്സേജ്. ഞാൻ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചു എന്ന് പറഞ്ഞാൽ പഠിപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്നാൽ ഞാൻ വേറിട്ട് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചു. തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നു. കൊറോണക്കാലം വലിയ ഒരു അനുഗ്രഹമായി. വലിയ പ്രഭാഷണങ്ങളിലൊക്കെ ഒന്നിങ്ങനെ പുറകോട്ട് പോയി. അതിൻ്റെ സാമൂഹികമായ ചില സാഹചര്യങ്ങളുണ്ടായി. എപ്പോഴും നമ്മളെ ഒരു നിയോഗം ഇങ്ങനെ തള്ളി കൊണ്ടുപോകും. അങ്ങനെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ചിന്തകളെ മുഴുവനും അട്ടിമറിച്ചു. പണ്ട് ഞാൻ പറഞ്ഞതൊന്നും ശരിയായിരുന്നില്ല എന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കി. ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നില്ല എന്നല്ല, അത് അർത്ഥ ശരി മാത്രമായിരുന്നു എന്നിടത്ത് എത്തിച്ചേരാൻ കഴിയും. ഞാൻ മക്കായിൽ നിന്ന് നബിയെ വായിച്ചു, മദീനയിൽ നിന്ന് നബിയെ ആദരിച്ചു. പക്ഷേ മക്കായിൽ നിന്ന് വായിക്കുന്ന ഒരു സാഹചര്യം നബിക്കുണ്ട്. പക്ഷേ പൂർണ്ണതയിൽ മദീനയിൽ നിന്നാണ് നബിയെ വായിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തും മക്കിയത്താണെങ്കിലും മദനിയത്താണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാം ദീന. ഇത് മക്കയിലാണ്, പക്ഷേ മദനിയത്ത് മക്കിയത്തല്ല. മദീനയിൽ നമ്മൾ നബിയെ വായിച്ചില്ല, നമ്മൾ ആരും നബിയെ വായിച്ചില്ല. മദീനയിൽ നബിയെ നമ്മൾ വായിച്ചത് ചില ഫിഖ്ഹി നിയമങ്ങൾ വഴി മാത്രമായിരുന്നു. ഫിഖ്ഹി നിയമങ്ങൾ മതത്തിൻ്റെ അച്ചുതണ്ടിൽ വളരെ പ്രധാനപ്പെട്ടതല്ലാണ്. കർമ്മശാസ്ത്ര നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതൊന്നുമല്ലാത്ത ഒരു പ്രതലം, അതിനൊന്നും അല്ലാത്ത വ്യത്യസ്തമായ ഒരു തലം മദനിയായ നബിയിൽ നമുക്ക് വളരെ ആഴത്തിൽ പഠിച്ചാൽ എത്തിച്ചേരാൻ കഴിയും. അവിടെയാണ് നബി പൂർത്തിയാകുന്നതും സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയെ ഞാൻ പഠിച്ചിടത്തും വലിയ തെറ്റ് സംഭവിച്ചു. ഭൂരിപക്ഷം ആളുകളും മക്കയെ പഠിച്ചിടത്തും തെറ്റ് പറ്റിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വീക്ഷണം. ഞാൻ അങ്ങനെ വളരെ ചെറുതായി പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ചില ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ളത് അങ്ങോട്ട് തള്ളും. അപ്പോൾ പിന്നെ ഞാൻ ഭാഷ ശ്രദ്ധിക്കൂല. ഞാൻ ദിവസങ്ങളോളം, മാസങ്ങളോളം, ചിലപ്പോൾ കൊല്ലങ്ങളോളം എടുത്ത് പഠിച്ചതായിരിക്കും ഒരൊറ്റ വാക്കിലൊട്ടും നിങ്ങൾ പുറത്തേക്ക് വരിക. അത് ശരിയാവില്ല. എൻ്റെ ഉമ്മ ഒരുത്തിയെ പൊട്ടിപ്പെണ്ണേന്ന് വിളിച്ചിരുന്നു. പൊട്ടിപ്പെണ്ണ എന്ത് പൊട്ടിപ്പെണ്ണേന്ന് വിളിക്കാൻ കാരണം എന്തോ രോഗത്തിന് ആശുപത്രിയിൽ പോയി. അപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് കുറിച്ചു കൊടുത്തു. അങ്ങനെ എടക്കര അങ്ങാടിയിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് വാങ്ങി ഇവളിങ്ങനെ വരുന്ന സാഹചര്യം കാല് വെച്ച് കൊത്തിയിട്ട് വീണപ്പോൾ ഈ മരുന്ന്, ഈ കുപ്പി പൊട്ടി. പഴയകാലത്തിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയല്ല, നമ്മുടെ സ്വർണ്ണമലകൾക്ക് മുമ്പുള്ള കുപ്പിയാണ്. അപ്പൊ കുപ്പി പൊട്ടി. അപ്പൊ കുപ്പി പൊട്ടിയ ഉടനെ ഇവൾ ഇത് എടുത്തിട്ട് വായിലേക്ക് അങ്ങോട്ട് കമ്മയിട്ട്. കാരണം മരുന്നാണല്ലോ, കുടിക്കാനുള്ളതാണല്ലോ. അപ്പൊ ഉമ്മ പൊട്ടിപ്പണ്ണേ എന്ന് വിളിച്ചു. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. ഞാനൊരു പൊട്ടനായി. കാരണം ഞാൻ 10 കൊല്ലം കൊണ്ട് നിങ്ങളോട് പറയേണ്ട കാര്യം 10 കൊല്ലം കൊണ്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇനിയും ബോധ്യപ്പെടും. അത് ഞാൻ വലിയ ആളായി പറയല്ല, വലിയ ഒരു ആളാവേണ്ട ആവശ്യമില്ല. ഇരിക്കുന്ന കൊമ്പൊരാൾ മുറിക്കുന്നത് കണ്ടാൽ നീ ഉടനെ താഴെ വീഴും എന്ന് പറയാൻ അയാൾ ഒരു വലിയ ദൈവിക ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സിദ്ധിയാണ് എൻ്റെ. ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഒരു കാർപ്പൻ്ററുടെ സിദ്ധി. ഒരു മരം ഇട്ട് കൊടുത്താൽ കാർപ്പൻ്റർ പറയും അതുകൊണ്ട് കസേര ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അജയരോട് പറയും, അജയരെ ഇത് മരം ഉണ്ടാക്കാൻ കൊള്ളൂലല്ലോ, ഇത് കസേര ഉണ്ടാക്കാൻ കൊള്ളൂല എന്നറിയാൻ ഈ ആരാ അവരെ പാപ്പേ, അങ്ങനെ അറിയില്ലല്ലോ. ആശാരിക്ക് മരത്തെ അറിയുന്നത് പോലെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചാൽ അറിയും. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരുപക്ഷെ ഞാൻ പൊതുവെ പറയല്ല, ഞാൻ അത് അത്ര പഠിക്കാത്ത ആളാണ് ഈ പബ്ലിക്. അവരുടെ മുന്നിൽ അത് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല.
അപ്പൊ ഞാനൊരു മരുന്ന് കുപ്പി പൊട്ടിപ്പോയത് കൊണ്ട് കമഴ്ത്തിയ വിഡ്ഢിത്തരം ഇടക്കിടക്ക് എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ പിന്നീട് അത് ജനങ്ങൾക്ക് പൊട്ടിപ്പെടുന്നു. അപ്പോഴത്തേനെല്ലാം സോറി എന്നൊക്കെ സാധാരണ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് സോറി. അന്ന് നിങ്ങളെ പറഞ്ഞതിനെ പറ്റി നമ്മൾ വളരെ വിമർശിച്ചിട്ടുണ്ട് സോറി. അപ്പൊ ഞാനത് പറയാ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ നബിയെ പഠിച്ചതില്ല. നബിയെ ഞാനെന്നല്ല ആരും പഠിച്ചില്ല. നബിയെ പഠിച്ചെടുത്ത് സമ്പൂർണ്ണ പരാജയം. ഞാൻ മക്ക എവിടെയായിരുന്നു എന്ന് പഠിച്ചു. അതിന് എടുത്ത അധ്വാനം എന്ന് പറഞ്ഞാൽ അതൊരു അധ്വാനാണ്, അതൊരു തൗഫീഖും ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എന്നെ തേടി വന്നു. ഈ പുസ്തകം എഴുതാൻ ചില കാരണങ്ങളുണ്ട്. ഞാൻ ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ ഒന്നായി നമ്മൾ മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സമയം വെള്ളിയാഴ്ചയിലെ, രാഹുൽജിക്ക് അത് മനസ്സിലാവും നമ്മളൊക്കെ പറഞ്ഞാൽ, അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് ധാരാളം അറിയുന്ന ഒരാളാണ്. വെള്ളിയാഴ്ച മുസ്ലിങ്ങളെ പള്ളിയിൽ ഖുത്ബയുണ്ട്, ഒരു പ്രസംഗം ഖുത്ബയുണ്ട്. ആ ഖുത്ബയുടെ രണ്ട് ഖുത്ബയുടെ ഇടയിൽ ഖതീബ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ സമയമുണ്ട്. ആ സമയം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. ഞാൻ എൻ്റെ ആയുസ്സിൽ അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചത്, പഠിച്ചവനെ ചതി നടന്നിട്ടുണ്ടല്ലോ, ഈ ചതി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നീ എനിക്ക് കഴിവ് തരണമേ എന്നാണ്. ഏതൊരു റബ്ബിൻ്റെ നാമത്തിലാണോ ഈ പ്രഭാഷണം ആരംഭിച്ചത്, ആ റബ്ബിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് സത്യം പറയാം. ചതി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് കുട്ടിക്കാലത്തെ അറിയാമായിരുന്നു. എല്ലാത്തിലും ചതി, വിദ്യാഭ്യാസത്തിൽ ചതി, ആരോഗ്യം മെഡിക്കൽ സിസ്റ്റത്തിൽ ചതി, നീതിയിൽ ചതി, എല്ലാം ചതി, ചതിയോട് ചതി, എല്ലാം ചതി. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏതായാലും പൗരസ്ത്യരല്ല. പൗരസ്ത്യർക്ക് അങ്ങനെ ചതിക്കാൻ അറിയില്ല. പാശ്ചാത്യർ ചതിക്കാൻ പഠിപ്പിച്ചപ്പോഴാണ് സത്യത്തിൽ പൗരസ്ത്യരും ചതിക്കാൻ തുടങ്ങിയതാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ തിരിച്ചു വരാം. ഞാൻ മക്കയെ പഠിച്ചു. ഞാൻ പഴയ മക്കയല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ മക്ക. അത് എത്ര നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും പരമാവധി അത് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? എൻ്റെ ആയുസ്സിൽ ഞാൻ ഈ പഠിച്ച മക്കയെ പഠിച്ച ഒരാളെ എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ പുസ്തകത്തിൽ പറയുന്ന മക്കയെ പഠിച്ച ഒരാളെ എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു ഒരു ഒരു നിയോഗം പോലെ പടച്ച തമ്പുരാൻ തന്നതാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയൊരു മക്കയാണ്. ആ മക്ക എൻ്റെ കണ്ണു തുറപ്പിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ശത്രു ഇരിക്കുന്നത് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതൊന്നും ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയൂല. നിങ്ങൾ ഈ പുസ്തകം വായിക്കണം, വീണ്ടും വീണ്ടും വായിക്കണം, വീണ്ടും വീണ്ടും വായിക്കണം, വീണ്ടും വായിക്കണം. എന്തെങ്കിലും അഭിപ്രായക്കേടുണ്ടെങ്കിൽ ഞാൻ തികഞ്ഞവനാണെന്ന് പറയാം, തികഞ്ഞവനല്ല. പക്ഷേ ഇത് ഏകദേശം തികഞ്ഞതല്ലെങ്കിലും ഇതിൽ അബദ്ധം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ട്? അതത്രയും പഠന വിധേയമാക്കിയിട്ടുണ്ട്. ഇനി സാധ്യത ഉണ്ടാവില്ല. ഇത് ലോകാവസാനം വരെ എൻ്റെ ഇഷ്ട സുഹൃത്തും സഹോദരന് തുല്യം ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് മാഷ്. അദ്ദേഹം ഇവിടെ ഒരു നിയോഗം പോലെ പറഞ്ഞു പോയൊരു വാക്കുണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ, അന്ത്യനാൾ വരെ ഈ പുസ്തകം വായിക്കപ്പെടട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പുസ്തകം കൂടുതൽ നാളെ വായിക്കപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പഠനമാണ്. മക്കയെ ഞാൻ കണ്ടെത്തി. മക്കയെ കണ്ടെത്തിയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വലിപ്പത്തരം പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഇതിലെ മക്കയെ പഠിക്കണം. ഈ പുസ്തകത്തിലായി ഇത് തിരുദൂതരെ കുറിച്ച് പറയാം, മുഹമ്മദ്. എന്നിട്ട് 320 പേജുള്ള പുസ്തകത്തിൽ ആദ്യമായി മുഹമ്മദ് എന്ന മനുഷ്യൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് 137 പേജിലാണ്. അതും വരെ ചില ആളുകൾ അങ്ങനെ തന്നെ വെച്ചു. എന്തായി പറയുന്നത്? ഇതിലാദ്യമായി 1940-കളിലെ ബംഗാൾ ഭക്ഷ്യക്ഷാമം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. പിന്നെ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞു. ശശി തരൂരിൻ്റെ പ്രധാനപ്പെട്ട ആൻ എറ ഓഫ് ഡാർക്ക്നെസ് ഈ പുസ്തകമാണ് ഈ ഉപന്യാസത്തിൻ്റെ ആദ്യ സ്രോതസ്. ആൻ എറ ഓഫ് ഡാർക്ക്നെസ്. വസ്തുതകൾ മനസ്സിലാക്കി. ചതി നേരത്തെ നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ മക്കായെ പഠിക്കണം. ഈ പുസ്തകത്തിൻ്റെ മക്കായെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു മദീനായിൽ എത്തിച്ചേരും. അങ്ങനെ ഒരു മദീനായിൽ എത്തിച്ചേർന്നാൽ ബഹുമാനപ്പെട്ട രാഹുൽജി അവസാനം ഓതിയ ആയത്തിൽ എത്തിച്ചേരും. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇത് ഏറ്റവും നല്ലത് കൊണ്ടാണ് നീ പ്രതികരിക്കേണ്ടത്. ഒരിക്കലും നീ ഒരാളെ സംഖ്യ എന്ന് വിളിക്കരുത്. ചിലരൊക്കെ പറയും അയാൾക്ക് BJPയുടെ എന്തോ ഹാൻഡ് ഉണ്ടായിരിക്കും. ഒരു വർഷം മുമ്പ് എൻ്റെ നാട്ടുകാരായ കുറച്ച് BJP സുഹൃത്തുക്കളിൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ നിലമ്പൂർ മണ്ഡലം BJPയുടെ പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, ട്രഷററാണ്, ഒന്ന് കാണാൻ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആളുകളുണ്ട്.
ഒരു അന്യമതസ്ഥരാണ്, എൻ്റെ വീട്ടിലേക്ക് കയറി വന്നതാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ അവർ ബഹുമാനിക്കണം. ഞാൻ വേഗം എണീറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ വലിയൊരു ക്ഷമയും വലിയൊരു വിശാലമായ മനസ്സും. അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊരു ഇൻഫർമേഷൻ ഇല്ലാതെ വന്നതല്ലേ, അപ്പം ഞങ്ങൾ അല്ലേ കാത്തിരിക്കേണ്ടത്, ഉസ്താദ് എല്ലാ ഗസ്റ്റിനെയും പറഞ്ഞു വിട്ടോളൂ, എന്നിട്ട് ഞങ്ങൾക്ക് അവസരം തന്നാൽ മതി. അങ്ങനെ അവരവിടെ ഇരുന്നു. ഞാൻ ഏകദേശ ഗസ്റ്റിനൊക്കെ പറഞ്ഞു വിട്ടു. ചില ആളുകൾ പറഞ്ഞു വിട്ടിട്ട് പോയില്ല. BJP പ്രവർത്തകർ വന്നിട്ട് ഉസ്താദിനെ എന്തെന്തോ ചെയ്താലും പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ പോയില്ല. അങ്ങനെ ചുറ്റിപ്പറ്റി അവരവിടെ അങ്ങനെ നിന്നു. എന്താ നടക്കുന്നത് അറിയാലോ. അവർ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എടുക്കാൻ വേണ്ടി ചില പ്രധാനപ്പെട്ട മുസ്ലിം സ്കോളേഴ്സിനൊക്കെ സമീപിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളെയും സമീപിക്കാൻ ഓർഡറുണ്ട്, അതുകൊണ്ട് വന്നതാണ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു ലഘുലേഖയുണ്ട്, അത് ഉസ്താദിന് കൈമാറട്ടെ എന്ന് വെച്ചു. ആ ആയിക്കോട്ടെ, കൈമാറാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങളത് ഫോട്ടോ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോട്ടോ ചെയ്യും. അങ്ങനെയാണ് നമ്മളൊക്കെ മനുഷ്യരല്ലേ, അവരിൽ നന്മയുണ്ട്, നമ്മളിൽ നന്മയുണ്ട്. ഈ നന്മകളൊക്കെ കൂടിച്ചേരുന്ന ഒരു നന്മയാണ് നമ്മുടെ സാമൂഹിക സുരക്ഷിതത്വം. അതൊക്കെ കഴിഞ്ഞു പോയി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വലിയ പ്രചണ്ഡമായ പ്രചാരം വന്നു. ഇദ്ദേഹം BJPയുടെ ചാരനാണ്, ഇദ്ദേഹം BJP ഇവരും കൂടിയിരുന്ന് ഇങ്ങനെ. ഞാനത് ശരിയോ തെറ്റോ എന്ന് പറയല്ല, കാര്യങ്ങൾ ശരിക്കും ആളുകൾ മനസ്സിലാക്കൂല. ഇത് അഹ്സൻ, അവിടെ അഹ്സൻ എന്ന വാക്കിന് അറബി ഗ്രാമറിൽ ബഹുമാനപ്പെട്ട രാഹുൽജിയോട് കൂടിയാണ് ഞാനിത് പറയുന്നത്. ഹസൻ എന്ന വാക്കും അഹ്സൻ എന്ന വാക്കും ഭാഷയിൽ വളരെ വലിയ വ്യത്യാസം. ഒരു അറബി സ്കോളറാണ് ബഹുമാനപ്പെട്ട മാഷ. ഹസൻ എന്നാൽ നല്ലതെന്നാണ്, അഹ്സൻ എന്നാൽ ഏറ്റവും നല്ലതെന്നാണ്. അപ്പോൾ ഇത് അഹ്സൻ, നീ മറ്റൊരാളോട് പ്രതികരിക്കേണ്ടത് ഒരു അന്യ സമുദായക്കാരനോട്, ഒരു അന്യ ദേശക്കാരനോട്, ഒരുപക്ഷെ നിന്റെ ശത്രുവോട്. ശത്രു എന്ന് തൊട്ട വരിയിലുണ്ട്. അപ്പോൾ ശത്രുവെ ഉദ്ദേശിച്ചായിരിക്കാം ഈ പ്രയോഗം. നീ നല്ലതുകൊണ്ടല്ല, ഏറ്റവും നല്ലതുകൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. നിന്റെയും അവരുടെയും ഇടയിൽ വല്ല ശത്രുതയും ഉണ്ടെങ്കിൽ പോലും ഹമീം എന്ന വാക്ക് ഹൃദയത്തിന്റെ ചൂട് തൊട്ടറിഞ്ഞ സുഹൃത്ത്. സദീഖല്ല, ഒരു വാക്കുണ്ടല്ലോ, കൂടെ കിടന്നാലല്ലേ അപ്പനെ അറിയൂ. അവൻ നിന്റെ ഹൃദയത്തിൽ തൊട്ട കൂട്ടുകാരനായി മാറും. അടുത്ത വരി ഇല്ലല്ലദീന സബറു, ഏറ്റവും വലിയ ക്ഷമാശീലർക്കല്ലാതെ അങ്ങനെ സാധ്യമല്ല. അടിക്കാനും തൊഴിക്കാനും ആർക്കും കഴിയും, പക്ഷെ ക്ഷമാശീലർക്കല്ലാതെ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കാൻ കഴിയില്ല. അടുത്ത വാക്ക് മഹാഭാഗ്യശാലികൾക്കല്ലാതെ അങ്ങനെ കഴിയില്ല എന്നിരിക്കവേ, നമ്മുടെ രാജ്യത്തെ ഒരു സംഘടനയാണ് സംഘപരിവാർ. അവരെ സംഘികൾ എന്ന് പറയുന്ന ദീൻ എന്താണ്? ലോകത്തെ ഏതെങ്കിലും ഒരു മതത്തെയോ മതവിശ്വാസികളെയോ മുഹമ്മദ് നബി ഒരു ഇരട്ടപ്പേര് വിളിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ കാണിച്ചാൽ അന്ന് എൻ്റെ പ്രബോധന ദൗത്യം ഞാൻ അവസാനിപ്പിക്കും, എല്ലാ പണി നിർത്തും. ഒരു ഉദാഹരണം കാണിച്ചാൽ, ലോകത്തേതെങ്കിലും ഒരു മതവിശ്വാസിയെ, ലോകത്തേതെങ്കിലും ഒരു മോശപ്പെട്ടവൻ, ലോകത്തേറ്റവും ഏതെങ്കിലും ഒരു കുറ്റവാളിയെ കൊടും കുറ്റവാളിയെ പോലും പുണ്യ റസൂൽ നിന്ദിച്ച ഒരു ഭാഷയിൽ സംസാരിച്ച ഒരു വരി കാണിച്ചാൽ അന്ന് ഈ പണി ഞാൻ അവസാനിപ്പിക്കും. 5 വഖത്ത് നിസ്കരിച്ചുകൊണ്ട് മാത്രം നമ്മളെങ്ങനെ ഇപ്രകാരം പോയാൽ മുസ്ലിം ആവും? ഞാനൊരു ഉദാഹരണം ഈ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ജുഹൈന ഗോത്രത്തിലെ ഒരു പെണ്ണ് അത്തത്ത് ഇല നബിയിൽ മുസ്തഫ, നബിയുടെ അരികിൽ വന്നു ഇങ്ങനെ പറഞ്ഞു, ഇനി ജനേത്തു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഗർഭിണിയുമായിരുന്നു. എന്നെ ശിക്ഷിക്കണം മാതൃകാപരമായി. എന്നെ മാതൃകാപരമായി ശിക്ഷിക്കൂ നബിയെ, ഞാൻ വ്യഭിചരിച്ചു. ഇപ്പോൾ ഭർത്താവ് ഉണ്ടായിരിക്കവേ വ്യഭിചരിച്ചു, എന്നെ മാതൃകാപരമായി ശിക്ഷിക്കണം. നബിയുൽ മുസ്തഫ വലിയ ഈ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നബി ആ പെണ്ണിന്റെ രക്ഷകർത്താവിനെ വിളിച്ചു വരുത്തി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷകർത്താവ് വന്നു. ഫഖാല, എന്നിട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, നബി പറയുന്നത് അഹ്സിൻ ഇലൈഹ, നല്ല പോലെ പെരുമാറണമേ. എന്താ പറയുന്ന വാക്ക്? എന്ത് പറയാ? ഇങ്ങനെയൊക്കെയാടോ മക്കളെ വളർത്തണ്ട്?
നമ്മളെ മലബാറിലെ ഭാഷയിലൊക്കെ എന്തൊക്കെ പറയാ. ഇങ്ങനെ ആ ഒരു പെണ്ണ് നബിയോട് വന്ന് പറഞ്ഞാൽ രക്ഷകർത്താവിനെ വിളിച്ചു വരുത്തിയാൽ എന്താ പറയാ? ഈ ജാതി തേവിടിശികളെയാണോ വീട്ടിൽ വളർത്തുന്നത്? അങ്ങനെയല്ലേ പറയേണ്ടത്? എന്താ പറഞ്ഞത്? അഹ്സിനിലൈഹ, ഒരു വാക്ക് പോലും ഈ പെണ്ണിനെ പഴിക്കരുത്, അവൾ കുറ്റം ചെയ്തിട്ടുണ്ട്, ശരിയാ, അവൾ ഗർഭിണിയാണ്, ഗർഭം പൂർത്തിയായി പ്രസവിച്ചാൽ എന്നെ അറിയിക്കുക, ശിക്ഷ നടപ്പിലാക്കാം. ഈ പെണ്ണ് മരണപ്പെട്ടതിന് ശേഷം പിന്നെ നബി നിസ്കരിക്കാൻ, മയ്യിത്ത് നിസ്കരിക്കാൻ. അപ്പോൾ ഉമർ കയറി വന്നിട്ട് നബിയോട് പറഞ്ഞു, ഇത്ര മോശപ്പെട്ട ഒരു പെണ്ണിന്റെ മേൽ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുകയോ നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് താബത് തൗബതൻ ലൗ ഖുസ്സിമത് അലാ 70 മിൻ അഹ്ലിൽ മദീന ലവസഅതുഹും. ഈ പെണ്ണിന്റെ പശ്ചാത്താപം നിനക്കറിയുമോ ഉമറേ? ഈ പെണ്ണ് ചെയ്ത പശ്ചാത്താപം മദീനക്കാരായ 70 കൊടും കുറ്റവാളികളുടെ മേൽ വീതിക്കുകയാണെങ്കിലും ലവസഅതുഹും, അവർക്ക് ദൈവകോപം മാറി ദൈവാനുഗ്രഹം ലഭിക്കാൻ അത് മതിയാകും. ഈ പെണ്ണിന്റെ പശ്ചാത്താപം 70ഓളം മദീനക്കാരായ കൊടും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരുടെ മേൽ വീതിച്ചാൽ അവർക്ക് ദൈവാനുഗ്രഹം ലഭിക്കാൻ അത് മതിയാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ആ നബിയെ നമ്മൾ മറന്നുപോയി. നമ്മൾ മദീനയിൽ നിന്ന് ഫിഖ് പഠിച്ചു, മക്കയിൽ നിന്ന് നമ്മൾ ഷിർക്ക് എന്ന പേരിൽ എന്തൊക്കെയോ പഠിച്ചു. നിങ്ങൾ ഈ പുസ്തകത്തിന്റെ മക്ക പഠിക്കണം, ഈ പുസ്തകത്തിന്റെ മദീനയും പഠിക്കണം. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു മൾട്ടി റിലീജിയസ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ധാരാളം അമുസ്ലിം ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്ന ലോകത്തെ ആദ്യത്തെ മൾട്ടി റിലീജിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പുണ്യ റസൂൽ കൊണ്ടുവന്ന ആദ്യത്തെ മദീന ഭരണഘടനയാണ്. ആ മദീന ഭരണഘടനയിൽ എല്ലാവർക്കും അവകാശം നൽകി. അപ്പോൾ മക്കയിലെ എതിർപ്പിനെ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് തെറ്റും. മക്കയിലും ശിർക്കുണ്ട്, മദീനയിലും ശിർക്കുണ്ട്, എന്താ പിന്നെ ഈ ഇരട്ടത്താപ്പ്? അപ്പോൾ പഠിക്കുന്നിടത്ത് നമുക്ക് വലിയ തെറ്റുപറ്റും. മക്കയിലെ ശിർക്കും ശിർക്കാണ്, മദീനയിലെ ശിർക്കും. എന്നിട്ട് മക്കയിലെ മുശ്രിക്കുകളെ ചേർത്ത് പിടിച്ചു, മദീനയിലെ മുശ്രിക്കുകളെ ചേർത്ത് പിടിച്ചു. അപ്പോൾ മക്കയിലെ പ്രശ്നം വേറെയാണ്, അത് കണ്ടെത്തണം. അത് ഈ പുസ്തകം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പഠിക്കാനൊന്നുമില്ല എന്ന് ഞാൻ പറയല്ല, അതൊരു കൃത്യമായ റൂട്ടാണ്. അപ്പോൾ മദീന എന്ന അത് വല്ലാത്തൊരു സംഭവമാണ്. മദീനയിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രജകൾ ആരാ? ധാരാളം ജൂതന്മാർ, ധാരാളം ക്രിസ്ത്യാനികൾ. ഇപ്പോൾ വഖഫിനെ കുറിച്ചൊരു ചർച്ച നടക്കുകയാണ്, ഉണ്ടല്ലോ. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫിനെ കുറിച്ച് ഈ പുസ്തകത്തിലുണ്ട്, മാഷ് വായിച്ചില്ലേ? ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് മുഖൈരിഖ് എന്ന ഒരു ജൂത റബ്ബിയുടെ 8 തോട്ടങ്ങളാണ്. അവ്വലു വാഖിഫിൻ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഒരു ജൂതൻ കൊടുത്തതാണ്. ആർക്ക് കൊടുത്തു? പുണ്യ റസൂൽ തങ്ങൾ കൊടുത്തു. അദ്ദേഹം നബിക്ക് വേണ്ടി ശനിയാഴ്ച ദിവസം, ജൂതന്മാരുടെ ദിവസം ശനിയാഴ്ച, ശാബത്ത് നാളിൽ അവർ അങ്ങാടിയിൽ ഇറങ്ങില്ല, ശാബത്ത് നാളിൽ അവർ തൊഴിലെടുക്കില്ല. ശാബത്ത് നാളിലാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. മക്ക നിവാസികൾ ഒന്നിച്ചു മദീനയിലേക്ക് വന്നു. 3000ഓളം വരുന്ന പട്ടാളം നബിയെ തകർക്കാൻ വേണ്ടി വന്നു. നബിയെ കൊന്ന് തീർക്കാമെന്ന് അവർ വിചാരിച്ചു. അവർ മദീന വളഞ്ഞപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ജൂത റാബിയായിരുന്ന മുഖൈരിഖ് എന്ന ആൾ തന്റെ സുനഗോഗിൽ പ്രസംഗിച്ചു. ശനിയാഴ്ച, ഇന്ന് ശാബത്തില്ല, ഇന്ന് കയ്യിൽ കിട്ടിയ ആയുധം എടുത്ത് മക്കക്കാരെ പ്രതിരോധിക്കുക, മുഹമ്മദിന്റെ പക്ഷത്ത് നിൽക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അദ്ദേഹത്തിന്റെ ആളാണ്. ഞാനെങ്ങാനും ഈ യുദ്ധത്തിൽ ഷഹീദായാൽ, രക്തസാക്ഷിയായാൽ, എന്റെ സമ്പത്ത് മുഴുവനും മുഹമ്മദിന് സമർപ്പിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാൻ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചോട്ടെ. ആ യുദ്ധത്തിൽ മുഖൈരിഖ് മരണപ്പെട്ടു. മദീനയിലെ മദീനയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ അക്കാലത്ത് മുഖൈരിഖായിരുന്നു. അദ്ദേഹം ഈ രക്തസാക്ഷിയായി നബിക്ക് വേണ്ടി. അതായത് വെള്ളിയാഴ്ച ജുമാ നിർത്തിയിട്ട് നമ്മൾ ഹിന്ദുക്കളെ സഹായിക്കാൻ പോവാ എന്ന് പറയും പോലെ അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ദിവസമാണ് ഏത്? ശനിയാഴ്ച. അവര് സുനഗോഗിന്റെ വാതിലടച്ചു, നബിയെ സഹായിക്കാൻ വേണ്ടി വന്നു, ആയുധമെടുത്ത് യുദ്ധം ചെയ്തു. എന്നിട്ട് മുഖൈരിഖ് മുന്നേറി നബിയെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ദൗത്യത്തിൽ മുഖൈരിഖ് രക്തസാക്ഷി. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഒരു യഹൂദിയുടെ വഖഫാണ്. അത് വേണ്ടാന്ന് പുണ്യ റസൂൽ പറഞ്ഞില്ല. ഇന്നാണെങ്കിൽ നബിയെ തന്നെ വഫാത്താക്കും. നമ്മളൊക്കെ ജനിക്കുമ്പോൾ നബി വഫാത്തായി പോയത് നന്നായി. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നബിയെ മുശ്രിക്കാക്കുന്ന ആളുകളും ഇന്ന് നബി നേരത്തെ തന്നെ വഫാത്തായതെല്ലാം നല്ലതാണ്. നബി മുശ്രിക്കാന്ന് പറയുന്നവർ ഇപ്പം നമ്മളെ കൂട്ടത്തിലുണ്ടോ? നബി ചെയ്ത മുശ്രിക്കാന്ന് പറയുന്നവരുണ്ടോ? ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പുണ്യ റസൂൽ പങ്കെടുത്തു, വളരെ ബഹുമാനത്തോടുകൂടെ സംസ്കരിച്ചു. ചരിത്രത്തിലെ ഒരു ദൗത്യല്ലേ,
ചരിത്രത്തിൽ അത്ഭുതമല്ലേ? ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. ഇപ്പൊ നമ്മൾ ലോകത്ത് എല്ലായിടത്തും വഖഫുണ്ട് അല്ലേ? വഖഫിന്റെ ചർച്ചയില്ലാത്തൊരു കാലം ഉണ്ടാവില്ല. കിതാബുകൾ എത്ര. ആദ്യത്തെ വഖഫ് ആരുടേതാ? ജൂതൻ. അയാൾ ജൂതനായി തന്നെ മരിച്ചു. ജൂത പണ്ഡിതൻ എന്നാൽ ഓർത്തഡോക്സ് ജൂതന്മാരുടെ നേതാവായിരുന്നു മുഖൈരിക്ക്. അദ്ദേഹത്തിന്റെ 8 തോട്ടങ്ങളാണ് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. കഴിഞ്ഞില്ല, നമ്മൾ നബി വായിച്ചില്ല, കഴിഞ്ഞില്ല. ഒരു സംഘം നജ്റാനിലെ ക്രൈസ്തവർ പുണ്യനബിയുടെ അരികിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബിയോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ, അതായത് ബിഷപ്പുമാരുണ്ട്, ധാരാളം ബിഷപ്പുമാരുണ്ട്, പാത്രിയാർക്കീസ് ഉണ്ട്, വേറെ പ്രമാണികൾ, ക്രൈസ്തവ പ്രമാണിമാരുമുണ്ട്. നജ്റാൻ അക്കാലത്തെ ഒരു ക്രൈസ്തവ ആധിപത്യമുള്ള ഏരിയ. അങ്ങനെ അവർ വന്ന് കയറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മദീന പള്ളിയിൽ സ്വീകരിച്ചു. മദീന പള്ളിയിൽ ഇന്ന് അങ്ങനെ സംഘത്തെ ഒരു പള്ളിയിൽ സ്വീകരിക്കുന്ന അവസ്ഥകൾ ചിന്തിച്ചു നോക്കും. ചർച്ച മുഴുവൻ നടന്നത് എവിടെ വെച്ചാ? ഞാൻ അതിൽ ഇബ്നു കസീർ കൊണ്ടുവന്ന ഹദീസ്, ഇബ്നു ഹസാക്കും ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അതൊന്നും ഇങ്ങനെ വായിക്കാം. ഹദ്ദസനി മുഹമ്മദ് ബിൻ ജഅഫർ ഇബ്നു സുബൈർ ഖദിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖലു അലൈഹി മസ്ജിദഹു. അങ്ങനെ ഒരു ക്രൈസ്തവ നേതാക്കന്മാർ നബിയുടെ അരികിൽ വന്നു. ഹീന സ്വല്ലൽ അസ്റ, അസ്റിന്റെ സമയത്താണ് അവർ വന്നു. അലൈഹി തിയാബുൽ ഹബ്റാത്തി ജുബബുൻ വ അർദിയ. അവർക്ക് പുരോഹിത വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, ജുബ്ബകള്, മേൽവസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫി ജമാലി റിജാലിൻ വബനിൽ ഹാരിഥി. വല്ലാത്തൊരു അഴകാർന്ന ശൈലിയിലാണ് വസ്ത്രം ധരിച്ചിരുന്നത്. ക്രൈസ്തവ പാത്രിയാർക്കയും അതേപോലെ തന്നെ ബിഷപ്പുമാരും 70ഓളം ആളുകൾ ഇങ്ങനെ മദീനയിൽ പള്ളിയിൽ വന്നു. നബി അവരെ സ്വീകരിച്ചു. വഖദ് ഹാനത്ത് സ്വലാത്തും. അപ്പോഴാണ് അവരുടെ പ്രാർത്ഥനയുടെ സമയമായത്. ഫഖാമു ഫി മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ് ഏത്? ഒന്നാമത്തെ പള്ളി സയ്യിദ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് പുനർനിർമ്മിച്ചതെങ്കിൽ രണ്ടാമത്തെ പള്ളി നിർമ്മിച്ചത് തന്നെ മുഹമ്മദ് മുസ്തഫയാണ്. 3 ഹറമാണ്. ഒന്നാമത്തെ ഹറം മക്കി, 2 ഹറം മദനി, പിന്നെ ഹറമുൽ ഖുദ്സ് അല്ലെ. അതിൽ രണ്ടാമത്തെ ഹറമാണ് ഏത്? ബഹുമാനപ്പെട്ട മദീന ഹറം. ആ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. അവർക്ക് നിസ്കരിക്കാൻ അവരുടെ പ്രാർത്ഥനയുടെ സാധാരണ പ്രാർത്ഥന ഇവിടെ എന്നല്ല, അതായത് അവരുടെ ഔദ്യോഗികമായ പ്രാർത്ഥന. മനസ്സിലായില്ലേ? ആരാധന, കേവലം ഒരു പ്രാർത്ഥനയല്ല. ആനത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകുന്ന എപ്പോഴോ ഒരു പ്രാർത്ഥനയല്ല, അവരുടെ ഒരു നിർദ്ദിഷ്ട ദൈവികമായ നിർബന്ധ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ ഫഖാമു, അവർ എണീറ്റ് നിന്നു. ഫി മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലൂൻ, അവർ അവിടെ നിന്ന് അവരുടെ പ്രാർത്ഥന നടത്തി. ഫഖാല റസൂലുള്ളാഹി, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ദഊഹും, അവരാരും ശല്യം ചെയ്യരുത്, അവരവരുടെ പ്രാർത്ഥന നടത്തിക്കോട്ടെ. ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നിസ്കരിച്ചിട്ടേ ഉള്ളൂ. ഇവർ അവരുടെ സന്ധ്യാപ്രാർത്ഥന എവിടെ നടത്തി? പള്ളിയിൽ നടത്തി. എന്നിട്ട് അവർ പറഞ്ഞു, നബി പറഞ്ഞു, വിട്, അവരെ ഭാഗത്തേക്ക് നോക്കരുത്. വലിയ ഈമാൻ ചൂടായ നമ്മളെ പോലത്തെ ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇതിപ്പോൾ എന്താ ഇവിടെ ഒരു പരിപാടി, ഇതൊക്കെ വേണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഒരു പരിപാടിയാണെന്ന് ചോദിക്കും. ആ ഭാഗത്തേക്ക് നോക്കരുത്. ഫസല്ലു ഇലൽ മശ്രിഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും പടിഞ്ഞാറോട്ട് തിരിഞ്ഞപ്പോൾ അവർ ഇൽ മശ്രിഖി, എന്താ മശ്രിഖിന്റെ അർത്ഥം? കിഴക്കോട്ട്, നേരെ എതിർഭാഗത്തേക്ക്. ഒരു പ്രശ്നമില്ല. ഈ നബിയെ നമ്മൾ ഇതിന് ശേഷമാണ് അൽയൗമ അക്മൽതു ലക്കും, അതിനുശേഷം ആയത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ആയത്ത് വരുന്നത്. 1, 2 നിങ്ങൾ മനസ്സിലാക്കണം. ലാ ഫദ്ല ലിൽ മുസ്ലിമി അലൽ ഹിന്ദു എന്നല്ല, ലാ ഫദ്ല ലിൽ അറബി അലൽ അജമി. അനറബിയേക്കാൾ അറബിക്ക് യാതൊരു മഹത്വവും ഇല്ല. ഇവിടെയാണ് നമ്മൾ നബിയെയും യൂറോപ്പിനെയും മനസ്സിലാക്കേണ്ടത്. യൂറോപ്പിൻ്റെ ഒരു ശൈലിയുണ്ട്, യൂറോപ്പിൻ്റെ ഒരു വല്ലാത്തൊരു ശൈലിയുണ്ട്. എന്താ പറയുക, ഞങ്ങളെക്കാൾ മികച്ചവരില്ല എന്ന ധാരണയിൽ നിന്നാണ് യൂറോപ്യൻ സംസ്കാരം ഉടലെടുത്തത്. അതേ സമയത്ത് ഏഷ്യൻ പൗരസ്ത്യ ധർമ്മങ്ങൾ മുഴുവനും അതിനെതിരാണ്. അതായത് ഞാൻ ഇവിടുന്ന് പോവാണ്, എല്ലാം നിസ്കരിച്ചോളെ, നോമ്പ് നോറ്റോളെ, ഞാൻ അതൊന്നും പറയാൻ ആളുണ്ടാവില്ല. ഇതൊന്നല്ല അവസാനത്തെ പ്രസംഗം, ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പ്രസംഗം. ഒരാൾക്കും മറ്റൊരാളുടെ മേൽ യാതൊരു മഹത്വവും ഇല്ല. മനുഷ്യരെല്ലാം ഒന്നാണ്. ഈ മനുഷ്യരെല്ലാം ഒന്നാണ് എന്നതിന് ബഹുമാനപ്പെട്ട രാഹുൽജി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നൊരു സംഭവം എടുത്ത് പറയാണ്. ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബിൻ്റെ കാലത്ത് ഈജിപ്തിലെ ഗവർണറായിരുന്നു അംർ ബിൻ ആസ്. അംർ ബിൻ ആസിയുടെ മകൻ ഒരിക്കൽ ഒരു ക്രിസ്ത്യാനിയുമായി ശണ്ടയുണ്ടായപ്പോൾ തൻ്റെ വടിയെടുത്ത് ഈ ക്രിസ്ത്യാനിയെ അടിച്ചു. എന്നിട്ട് ഈ ക്രിസ്ത്യാനിയായ ബാല്യക്കാരനോട് ഗവർണറുടെ മകൻ പറയാണ്, തുഹാസിമു ഇബ്നൽ അക്രമീൻ, ഈ നാട്ടിലെ ഏറ്റവും മഹാന്റെ മകനോടാണോ തർക്കിക്കാൻ വരുന്നത്? അടിയുകൊണ്ട് ഈ ബാല്യക്കാരൻ പോയി. അച്ഛനെയും കൂട്ടി പിറ്റേന്ന് മദീനയിലേക്ക് പോയി. കൈറോവിൽ നിന്ന് മദീനയിലേക്ക് പോയി. ഏകദേശം 1000ഓളം കിലോമീറ്റർ, ചിലപ്പോൾ അതിലും കൂടും പോയി.
മദീനയിൽ ആരുണ്ട്? സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ഉമർ ബിൻ ഖത്താബിനോട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയുടെ മോനാണ്, എൻ്റെ അച്ഛൻ ഞാൻ വന്നതാണ്, എന്നെ ഗവർണറുടെ മകൻ അടിച്ചപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നടന്നോളൂ, ഞാൻ കൂടെ വരാൻ പറഞ്ഞു. ഇസ്ലാമിൻ്റെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് ഈ ക്രൈസ്തവ കുടുംബത്തിൻ്റെ കൂടെ നടന്നു. എങ്ങോട്ട്? കൈറോയിലേക്ക്. എഴുത്തു കൊടുത്തയച്ചതല്ല. ഈ സംഭവം രേഖപ്പെടുത്താത്ത ചരിത്ര ഗ്രന്ഥമുണ്ടോ? അങ്ങനെ ഈ കൈറോയിൽ പോയി ഗവർണറെ വിളിച്ചു വരുത്തി. നിന്റെ മകനെ വിളിക്കുന്നു. മകനെ വിളിച്ചു. ആ ക്രൈസ്തവ ബാലനെയും അച്ഛനെയും വിളിച്ചു. എന്നിട്ട് തന്റെ ചാട്ടവാർ ഉമർ ബിൻ ഖത്താബ്, ഖലീഫ നീതിമാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ചാട്ടവാർ ഈ ഇബ്നുൽ മസീഹി, ഈ ക്രൈസ്തവ യുവാവിന്റെ കയ്യിൽ കൊടുത്തു. ബഹുമാനിയുടെ മകനെ അടിക്കട. എന്താ പറഞ്ഞു? ബഹുമാനിയുടെ മകനെ അടിയട. പുരുഷാരും ആയിരക്കണക്കായ ജനങ്ങൾ. ഖലീഫ വന്നതല്ലേ? ഈജിപ്തിൽ ആദ്യമായി ഖലീഫ വന്നതാ. ആദ്യം തന്നെ ശിക്ഷ നടപ്പിലാക്കുക. ആർക്ക് മേൽ? ഗവർണറുടെ പുത്രന്റെ മേൽ. ആയിരക്കണക്കായ പുരുഷാരം തടിച്ചുകൂടി നിൽക്കവേ ക്രൈസ്തവനായ ബാലൻ ഖലീഫയുടെ ചാട്ടവാർ എടുത്ത് അടിച്ചു. ആര്? ഗവർണറുടെ. ആരാ ഗവർണർ? ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യാധിപന്മാരിൽ ഖാലിദ് ബിൻ വലീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനി അംർ ബിൻ ആസ്. നിങ്ങൾക്കറിയാലോ. എന്നിട്ട് പറഞ്ഞു, മതാ അബത്തുൽ ആദമിയീൻ വഹും ഖുലിഖു അഹ്റാർ. സ്വതന്ത്രരായ ജനങ്ങളെ എന്നാണടാ നീ അടിമയാക്കിയത്? അതാണ് ഇസ്ലാം പറയാം. അതാണ് ഇസ്ലാം. നീതിയാണ്. ഒരു നാട്ടിൽ നിസ്കാരം ഉണ്ടായതുകൊണ്ട് ഇസ്ലാം ഉണ്ടാവില്ല. ഒരു നാട്ടിൽ നീതി ഉണ്ടെങ്കിൽ ഇസ്ലാം ഉണ്ടാവും. നീതിയില്ലാത്ത മുസ്ലിമിനേക്കാൾ നല്ലത് നീതിയുള്ള ഹിന്ദുവാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നാട്ടിൽ നിസ്കാരമുണ്ട്. നിസ്കാരത്തെക്കുറിച്ച് ഖുർആനിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിസ്കരിക്കുന്ന പലരും നരകത്തിലാണ്. ഫവൈലുല്ലിൽ. അങ്ങനെ തന്നെയല്ലേ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഖുർആൻ. നിസ്കാരത്തെക്കുറിച്ച് ഖുർആനിലെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി ഖുർആനിൽ നിസ്കാരം പറഞ്ഞിട്ടില്ല. പല നിസ്കാരക്കാർക്കും നരകമാണ്. ഒരു നാട്ടിൽ നിസ്കാരം നടന്നുകൊണ്ട് ഇസ്ലാം ഉണ്ടാവില്ല. ഒരു നാട്ടിൽ 1000 പള്ളി ഉണ്ടായതുകൊണ്ട് ഇസ്ലാം ഉണ്ടാവില്ല. ഒരു നാട്ടിൽ ഒരു പള്ളിയില്ല, ആ നാട്ടിൽ നീതി ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ഇസ്ലാം ഉണ്ടാവും. ഒരു നാട്ടിൽ ഒരു അറബിക് കോളേജ് ഇല്ല, പള്ളിയില്ല, മദ്രസയില്ല, അവിടെ ധർമ്മമുണ്ടെങ്കിൽ അവിടെ ഇസ്ലാം ഉണ്ടാവും. എന്തിനാ മുഹമ്മദ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ധർമ്മത്തിന്റെ പൂർത്തീകരണത്തിന്. അതിനപ്പുറം ഒരു വാക്കില്ല. ഖുർആനിൽ പറയപ്പെട്ട ഒരേ ഒരു സഹാബിയെ ഈ പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാരാ? സെയ്ദ് ബിൻ ഹാരിസ. ഞാനത് പഠിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ. കുറെ എനിക്ക് പഠിക്കണല്ലോ. ഇതെന്താ ഇങ്ങനെ? ഖുർആനിൽ പറയപ്പെട്ട ഒരേ ഒരു സഹാബി സെയ്ദ് ബിൻ ഹാരിസ. എന്തുകൊണ്ട്? സുദ്ദീഖില്ല, ഉമർ ബിൻ ഖത്താബ് അവർ മോശക്കാരായതുകൊണ്ടൊന്നുമല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇല്ല. മെയിൻ സ്ട്രീമിൽ ഒന്നും കാണാത്ത ഒരാളുണ്ട്. മെയിൻ സ്ട്രീമിൽ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട ആളല്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ഒരാളാണോ ഇയാൾ? എവിടെയും മെയിൻ സ്ട്രീമിൽ കാണാത്തവരാ. അങ്ങനെയല്ലേ? സെയ്ദ് അല്ലാത്ത ഒരു സ്വഹാബിയെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അതാരാ? സെയ്ദ് ബിൻ ഹാരിസ. എന്താ കാരണം? യൂറോപ്യൻ കൊളോണിയൽ അധിനിവേശത്തിനെതിരെ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സെയ്ദ് ബിൻ ഹാരിസ. ബസ് ബാക്കി ഇതിലുണ്ട്. അതിൻ്റെ ഒരു അറിവാണ്. യൂറോപ്പ് കൊണ്ടുവരുന്നത് അധാർമികതയാണ്. ഞാൻ യൂറോപ്പിലെല്ലാം അധാർമികരാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അധാർമികതയുടെ സോഴ്സ് ഞാൻ പറയട്ടെ. 1757 പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗലയെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ വിരിമാറിൽ ചവിട്ടി അധികാരസ്ഥരായി അല്ലേ? 1947 സ്വാതന്ത്ര്യം നൽകി. 190 വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷുകാർ മാത്രം ഇന്ത്യയിൽ അധികാരം നിലനിർത്താൻ വേണ്ടി കൊന്നത് 16 കോടി ആളുകളെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ 2 വിഭാഗത്തിൽ നിന്നും കൂടി അനിവാര്യമായി ഉണ്ടായ യുദ്ധത്തിൽ സംഭവിച്ച് മരിച്ചു പോയത് 400-ൽ താഴെ ആളുകൾ. എന്നിട്ടും പറയും മുഹമ്മദ് യുദ്ധക്കുര്യനാണെന്ന്. നമ്മൾ കേട്ടിരിക്കും. കാരണം നമുക്ക് ചരിത്രം. പുന്നപ്ര വയലാർ സമരത്തിൽ മാത്രം കൊന്നത് 2000 ആളുകൾ. 7000 ആണെന്നോ അഭിപ്രായം.
ഏഷ്യക്കാരുടെ മേൽ സാംസ്കാരിക അധിനിവേശവും സാമ്പത്തിക അധിനിവേശവും നടത്താൻ വേണ്ടി യൂറോപ്യർ കരുതി കൂട്ടി ഉണ്ടാക്കിയ ഒന്നാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്യർ കൊലപ്പെടുത്തിയത് 4 കോടി ആളുകളെയാണ്. അതിന്റെ സമ്പത്ത് വീതം വെച്ചപ്പോൾ ഉണ്ടായ തർക്കം കാരണമുണ്ടായ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊലപ്പെടുത്തിയത് 7.5 കോടി ആളുകളെ. ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ല എന്ന് ജപ്പാൻ ഫെബ്രുവരിയിൽ പറഞ്ഞിട്ടും ആഗസ്റ്റിൽ ജപ്പാനിൽ ബോംബിട്ട് ലക്ഷക്കണക്കാണ് ആളുകളെയും അവർ കൊലപ്പെടുത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 7.5 കോടി ആളുകളെ, 16.5 കോടി ഇന്ത്യക്കാരെയാ കൊലപ്പെടുത്തിയത്. ബൂട്ടിട്ട് ചവിട്ടി. എങ്ങനെയാ? ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ചില ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായ അതിന്റെ പ്രൂഫും കൊടുത്തിട്ടുണ്ട്. അതായത് പങ്കവാലകൾ ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരായ സായിപ്പന്മാരെ മുറികളിൽ അക്കാലത്ത് ഇന്നത്തെ സൗകര്യങ്ങളില്ല, അവിടെ പങ്ക കെട്ടും. പങ്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഫിഷറികള് കെട്ടും. എന്നിട്ട് അവർ പുറത്തേക്ക് കയറും. ഈ സാധുവായ മനുഷ്യൻ, പട്ടിണി കിടക്കുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടേ ഇരിക്കണം. സായിപ്പും മാതാമയും അവിടെ ഇരുന്ന് കിടന്ന് ഉറങ്ങും. ഇയാളാവണം ഇതിങ്ങനെ ഇയാൾ ഒരു മനുഷ്യനല്ലേ, സ്വാഭാവികമായും ഇയാള് കൈ നാട്ടി പിന്നെ കാലിൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ആട്ടും. അതിനിടയിൽ ചില പങ്കവാലകൾ ഉറങ്ങിപ്പോയാൽ ആ കാറ്റ് നിലച്ചാൽ നേരെ ഇറങ്ങി വന്ന് കൂട്ടിട്ട് ചവിട്ടിക്കൊല്ലും. അങ്ങനെ പോലെ ചെയ്യപ്പെട്ടത് ലക്ഷക്കണക്കായ പങ്കവാലകൾ. എന്നിട്ടും ഇപ്പോഴും നമ്മൾ പറയും അവർ വലിയ കൂട്ടരാ ബ്രിട്ടീഷുകാർ. പൊതുവെ ഏഷ്യക്കാർ അടിമകളാണ്, സ്വതന്ത്രമായി ചിന്തിക്കൂല. ഞാൻ ആകെ യൂറോപ്യന്മാരെ ബഹുമാനിക്കുന്ന ഒറ്റ തലം, അവർക്ക് സ്വതന്ത്രമായ ചിന്തക്കൊരു ധൈര്യമുണ്ട്. പണ്ട് ഏഷ്യക്കാർക്ക് അതുണ്ടായിരുന്നു, ഇപ്പോൾ ഏഷ്യക്കാർക്ക് അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകാവസാനം വന്നു കഴിഞ്ഞു. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്നതിനാണ് ലോകാവസാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്നെപ്പറ്റി ട്രോളാൻ ഞാൻ ഒരു സാധനം വിട്ടു തരിക. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കലല്ലേ ലോകാവസാനം? പടിഞ്ഞാറ് സൂര്യോദയത്തിന് 2 തലങ്ങളുണ്ട്. ഒരു സ്പിരിച്വലി തലവും ഒരു ഫിസിക്കലി തലവും. ഫിസിക്കലി തലം അന്ന് സംഭവിക്കും എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു, അങ്ങനെ സംഭവിക്കും. പക്ഷെ സ്പിരിച്വലി തലം വന്നു കഴിഞ്ഞു. അതാണ് റെനൈസൻസ്, യൂറോപ്പിന്റെ റെനൈസൻസോട് കൂടെ ഉണ്ടായത്. AD 16-ാം നൂറ്റാണ്ടിൽ അത് വന്നു. രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടെ പൂർത്തിയായി. ഇപ്പോൾ ഏഷ്യ എന്നൊരു വൻകര ഇല്ല, ഇപ്പോൾ ആഫ്രിക്ക എന്നൊരു വൻകര ഇല്ല. ഇപ്പോൾ ലോകത്താകെ ഒരു വൻകരയേ ഉള്ളൂ, അത് യൂറോപ്പാണ്. നമ്മൾ യൂറോപ്പിനെ പോലെ ജീവിക്കുന്നു, യൂറോപ്പിനെ പോലെ പെരുമാറുന്നു. രാജാവിന്റെ മക്കളാണെങ്കിലും ദ്രോണാചാര്യരുടെ വീട്ടിലെത്തിയാൽ അവിടെ കലം കഴുകണം. ദ്രോണാചാര്യർ ഗുരുവാ. ഗുരുവിന്റെ വീട്ടിൽ രാജാവിന്റെ മക്കൾ പഠിക്കാൻ വന്നാലും അവിടുത്തെ കലം കഴുകണം, പശുവിനെ നോക്കണം, പാല് കറക്കണം. ദ്രോണരുടെ വീട്ടിൽ അത്രയും വലിയ ബഹുമാനമാണ് ആര്? ഗുരുവിന്. ഇന്ന് ഗുരുക്കന്മാർ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നത് ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് പരിധിയിൽ കവിഞ്ഞ് തല്ല് കിട്ടരുതേ എന്ന് വിചാരിച്ചിട്ടാണ്. പരിധിയിൽ കവിഞ്ഞെന്നു കൂട്ടണം. കാരണം സാധാരണ തല്ലും ചവിട്ടും നിൽക്കാത്ത ഗുരുക്കന്മാരുണ്ടാവില്ല. ഇതെവിടുത്തതാ? ഇത് യൂറോപ്യൻ സൈദ്ധാന്തികതയാ. യൂറോപ്പ് കടന്നു കയറി നമ്മുടെ ഭാഷയിൽ, നമ്മുടെ രീതിയിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ എല്ലാം. ഞാൻ പറയട്ടെ, 19-ാം നൂറ്റാണ്ടിന് അവസാനം വരെ ഏഷ്യക്കാരിൽ ഏറ്റവും കൂടുതൽ മറച്ചു വസ്ത്രം ധരിക്കുക സ്ത്രീകൾ, ഏറ്റവും കുറച്ച് മറച്ചു വസ്ത്രം ധരിക്കുക പുരുഷന്മാർ. ഇതാണ് ഏഷ്യൻ സംസ്കാരം, ഇതാണ് പൗരസ്ത്യ സംസ്കാരം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഏഷ്യക്കാരുടെ സ്വഭാവം, ഏഷ്യക്കാരുടെ അവസ്ഥ എന്താ? ഏഷ്യക്കാര് സ്ത്രീകൾ പൂർണ്ണമായി വസ്ത്രം ധരിക്കും. ഞാൻ ഹിമാചൽ പ്രദേശിലെ ഒരു നവവധുവിന്റെ ചിത്രം ഞാൻ എൻ്റെ റിസർച്ചിൽ കണ്ടെത്തി അടുത്ത ദിവസം. 19-ാം നൂറ്റാണ്ടിലെ ഒരു ഹൈന്ദവ ഒരു നവവധുക്കളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും കുറച്ച് വസ്ത്രമൊക്കെ പോകും, അങ്ങനെയാണല്ലോ. പക്ഷേ കണ്ണു മാത്രം കാണുന്നുണ്ട്, മുഖം മറക്കും. ഹൈന്ദവ വനിതകളിൽ ബഹുഭൂരിപക്ഷം ഒരു കാലഘട്ടത്തിൽ രജപുത്ര സ്ത്രീകൾ പൂർണ്ണമായി അങ്ങനെയാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്യനൈസേഷൻ വന്നു. യൂറോപ്യന്മാർ പണ്ടേ, യൂറോപ്യനാണെങ്കിൽ പുരുഷൻ ധരിക്കും. ഇവിടെ എങ്ങാനും ഒന്ന് ഈ ആദമിന്റെ പഴം കഴിച്ച സ്ഥലത്ത് വല്ലതും പുറത്ത് കണ്ടാൽ അവിടെ ഒരു ടൈ കെട്ടി അതും മറക്കും. അതേ സമയത്ത് നിക്കർ പോലെ ധരിക്കും ആര്? യൂറോപ്യന്റെ ഭാര്യ. ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. 1-ാം അധിനിവേശം വന്നു പോർച്ചുഗീസിന്റെ AD 1502. അന്നിവിടെ മഹാനായ രാജാവുണ്ട്, സമൂദ്രി രാജാവ്. അക്കാലത്തൊരു മുസ്ലിം ഷെയ്ഖുണ്ട് പൊന്നാനിയിൽ. അദ്ദേഹം AD 1468 ജനിക്കുകയും AD 1522 മരണപ്പെടുകയും ചെയ്ത കേരളത്തിലെ ഇന്നത്തെ സകല മുസ്ലിങ്ങളുടെയും ആദിമ ഉസ്താദായ ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ മഅബരി സൈനുദ്ദീൻ അല്ലേ? നിങ്ങൾക്കറിയാലോ.
ബഹുമാനപ്പെട്ടവരോടാണ് ആദ്യം സമൂതിരി ചോദിക്കുന്നത്, എന്താണ് പരിഹാരം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രതികരിക്കണം. നമ്മൾ അപ്പോൾ നാവികപ്പടയില്ല സമൂതിരിക്ക്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് കടലിൽ കൂടുതൽ കളിക്കുന്ന ഒരു സ്വഭാവവുമില്ല. ഓരോ മതത്തിനും അതിൻ്റെതായ കെട്ടുറപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? നാവികപ്പട ഉണ്ടാക്കാൻ എന്തു ചെയ്യും? അപ്പോൾ മഖ്ദൂമുൽ മഅബരി പറഞ്ഞു, എൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനുണ്ട് കോഴിക്കോട്, ഇസ്മായിൽ മരക്കാർ. അദ്ദേഹത്തിന്റെ മകൻ ഒരു ബാല്യക്കാരനാ, കുട്ടി മരക്കാർ അലി, കുട്ടി അഹമ്മദ് അലി മരക്കാർ, കുട്ടി അഹമ്മദ് അലി മരക്കാർ. അദ്ദേഹമാണ് ആദ്യത്തെ പോർച്ചുഗീസ് പടക്കെതിരെയുള്ള ആദ്യത്തെ സേനാ നായകൻ. സമരം ചെയ്തു. ഇതോടനുബന്ധിച്ച് മഖ്ദൂം ഒരു ഗ്രന്ഥം എഴുതി. ആ മഖ്ദൂം ഗ്രന്ഥം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യാതൊരു കാരണവശാലും യൂറോപ്യൻ അധിനിവേശം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മര്യാദകളെയും നമ്മുടെ രീതികളെയും തകർത്ത് കളയും. അവർക്ക് ആൺ പെൺ വ്യത്യാസമില്ല. അവരുടെ ആണുങ്ങളെ കൂടെ ഓടും, പെണ്ണുങ്ങളുടെ കൂടെ ഓടും. 400-500 കൊല്ലം കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താ? അപ്പോൾ പറഞ്ഞേക്ക്, ഇപ്പോൾ നമ്മൾ ആരാ? ഫലത്തിൽ നമ്മൾ ആരാ? യൂറോപ്യർ. ഇപ്പം നമ്മൾ പുറത്തൊക്കെ കേൾക്കുന്ന അവിടെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചു, ഇവിടെ പെണ്ണിനെ കല്യാണം കഴിച്ചു. ഈ അടുത്ത ദിവസം എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, ഒരു പെണ്ണിനെ തൽക്കാലം കിട്ടാനുണ്ടോ? ഇവൻ്റെ ഭാര്യ പോയി. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങോട്ട് പോയി? പറഞ്ഞു, അവളെ കൂട്ടുകാരിയുടെ കൂടെ പോയി. ഇനി കുറച്ചൊരു 4 കൊല്ലം കഴിഞ്ഞാൽ അതൊരു വിഷയമേ ആവില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംസ്കാരം തകർന്നുപോയി. പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ പൂർത്തീകരണമാണ് മുഹമ്മദ്. ഞാൻ വിഷ്ണു പുരാണം വായിച്ചു. അതിനുവേണ്ടി ഞാൻ 6 മാസം ചെലവഴിച്ചു, കഷ്ടപ്പെട്ട്. ഞാൻ അതിൻ്റെ കലിയുഗം, വിഷ്ണു പുരാണത്തിലെ കലിയുഗം ഞാൻ പഠിച്ചു. ഈ വർഷം അതേക്കുറിച്ചൊരു പുസ്തകം എഴുതും. 2025. ഒന്നും അനുഗ്രഹിക്കേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് നീട്ടി പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകം ഒരു ധാർമ്മികമായ നിയോഗമാണ്. നിങ്ങളെല്ലാവരും ഇത് പഠിക്കുകയും വീണ്ടും വീണ്ടും പഠിക്കുകയും ചെയ്യും. ഹിന്ദുക്കൾ മുസ്ലിമിൻ്റെ ശത്രുവല്ല, മുസ്ലിം ഹിന്ദുവിൻ്റെ ശത്രുവുമല്ല. നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്നാലുണ്ടാകുന്നതാണ് മാനവിക സംസ്കാരം. മനുഷ്യത്വത്തെക്കാൾ വലിയത്. ഒരു 15 കൊല്ലം മുമ്പ് ഞാൻ ഖുർആൻ ക്ലാസ് ഓടി നടക്കുന്ന ഒരു കാലത്ത് ഒരു ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരനുഭവം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പോന്ന് ഒരു ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയില്ല. അപ്പോൾ അതിനിടയിൽ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ആരോ ഫോൺ ചെയ്തു. ആരോ കുസൃതികളായിരിക്കും. റഹ്മത്തുള്ളാഹി ഖാസിമി ഒരു മേജർ ആക്സിഡന്റിൽ പെട്ടു, എന്തോ സംഭവിച്ചു. അപ്പൊ അന്ന് ഇന്നത്തെ 15 കൊല്ലം മുമ്പാ. പാപ്പ വലിയ ബേജാറായി. അങ്ങാടിയിലൊക്കെ പോയി അന്വേഷിച്ചു. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എവിടെയൊക്കെയോ വിളിച്ചു, അന്വേഷിച്ചു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേനും വിവരം കിട്ടി, ഒന്നും സംഭവിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിലെത്തുന്ന നേരത്ത് എൻ്റെ ഉമ്മയുടെ ഉറ്റ സുഹൃത്തുണ്ട്. അവരുടെ പേര് ഞങ്ങൾക്ക് അറിയില്ല. മാളുക്കുട്ടി അമ്മ എന്നാ പറയാ. അതായത് അവരെ പേര് ഞങ്ങൾക്ക് അറിയൂല. അറിയാതിരിക്കാൻ കാരണം അവരെ ഞങ്ങൾ അത്രയും ഉമ്മാനെ പോലെ നമ്മൾ അവരെയും ബഹുമാനിക്കുന്നത്. അമ്മയെന്ന് പറയാം, അമ്മേനെ പറയാ. ഞാനവരെ അമ്മയെന്ന് പറയും. എൻ്റെ മക്കളൊക്കെ അവരെ അമ്മയെന്ന് പറയും, അമ്മയെന്ന് പറയും. അടുക്കളയിലുണ്ട്. രാവിലെ 7 മണി, വെളുപ്പിന് 7 മണിക്ക് ഞാൻ വരുന്ന നേരത്ത് അമ്മ അവിടെ ഉണ്ട്. ഓടി വന്ന് എൻ്റെ കൈ ഇങ്ങനെ കൊടുക്കും. പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് കേട്ടിട്ട് അമ്മക്ക് ഇന്നലെ ഉറക്കം വന്നില്ല, അവര് മരിച്ചു. ഇത് ഞാൻ മറക്കൂല. എന്തിനാ ഞാൻ പോയത്? ഖുർആൻ പഠിപ്പിക്കാൻ പോയ ഒരു ബാല്യക്കാരന് എന്തോ പറ്റിപ്പോയി എന്നാരോ ഒരു കുസൃതി പൊട്ടിച്ചപ്പോഴത്തിന് മാളുക്കുട്ടി അമ്മ വന്ന് പിറ്റേന്ന് രാവിലെ എന്നോട് പറയാം, എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് അറിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇന്നലെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഈ ഒരു നന്മ ഇവിടെ നിലനിൽക്കണോ വേണ്ടേ? എങ്കിൽ സംഗീ കൃസംഗി എന്ന് വിളി അവസാനിപ്പിക്കണം. എന്തേ വേണോ വേണ്ടേ? വേണോ വേണ്ടേ? എന്നാ മനുഷ്യരും മനുഷ്യത്വത്തോടുകൂടെ പെരുമാറണം. നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത്, രാഹുൽജി വന്നാൽ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ അടുത്ത് നിങ്ങൾ കാവൽ നിൽക്കണം. അദ്ദേഹം നമ്മുടെ ഒരു ഗസ്റ്റാണ്. അദ്ദേഹത്തെ ആദരിക്കൽ നമ്മളെ കടമയാണ്. ഇന്ന് വെളുപ്പിന് 5 മണി മുതൽ ആ കുട്ടികൾ ഉറങ്ങിയിട്ടില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. തിരിച്ച് അവരും അങ്ങനെ ചെയ്യും. ഈ നന്മ വേണോ വേണ്ടേ? അതുകൊണ്ട് വർഗീയമായി ചിന്തിക്കരുത്. വർഗീയവാദം പറയുന്നവൻ യഥാർത്ഥ മുസ്ലിം അല്ല. ഈ പുസ്തകത്തിൽ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പുണ്യ റസൂൽ മുസ്തഫ കരാർ പത്രം എഴുതി കൊടുത്തു. ലോകാവസാനം വരെ ഈ ചർച്ചിനെ എൻ്റെ സമുദായം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ ആ ചർച്ചുകളെ ISIS അടിച്ചു പൊട്ടിച്ചു. അവൻ എങ്ങനെയാണ് മുസ്ലിം ആവുക? ഈ ചർച്ചും ആ ചർച്ചിലെ കുരിശും ലോകാവസാനം വരെ നിലനിർത്താൻ എൻ്റെ സമുദായം ബാധ്യസ്ഥരാണെന്ന് പുണ്യ റസൂൽ എഴുതി കൊടുത്ത അധികാരപത്രം ആ ചർച്ചിൽ ഇന്നും സ്വർണം കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ആ ചർച്ചാണ് 2014-15 കാലഘട്ടങ്ങളിൽ
ISIS അടിച്ച് തകർത്തത്. അങ്ങനെ എത്ര ബിഷപ്പുമാരെ, അച്ഛന്മാരെ കൊന്നു. എന്താ പടച്ച തമ്പുരാന്റെ മുന്നിൽ പറയാ? ഇത് പുണ്യ റസൂലിന്റെ ദീനാണോ? എന്താ നബിയോട് പറയാ? ഈ ചർച്ചിനെ ലോകാവസാനം വരെ സംരക്ഷിക്കാൻ എന്റെ സമുദായം ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ ആ ചർച്ച് അടക്കം അടിച്ചങ്ങോട്ട് തകർത്തു. ആര്? ISIS ഭീകരന്മാർ. ചിലർ പറയും ISIS എന്നത് സിയോണിസത്തിന്റെ സൃഷ്ടിയാണ്. ശരി, ഞാൻ സമ്മതിച്ചു. ഏതോ 4 സിയോണിസ്റ്റുകൾ വരുമ്പോഴത്തേന് അവരെ പിന്നാലെ ഓടാൻ മാത്രമുള്ള പാകത്തിൽ നമ്മളെ ചെറുപ്പക്കാരെ ആരാണ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയത്? അതാണല്ലോ പ്രശ്നം. ആണോ? അല്ലേ? അതുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒന്നല്ലെങ്കിലും ഒന്നാകേണ്ടതില്ല. മതവിശ്വാസങ്ങൾ, ദൈവവിശ്വാസങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. അതിപ്പോൾ ഹിന്ദു മതവിശ്വാസവും ഇസ്ലാം മതവിശ്വാസവും ഒന്നാക്കേണ്ട ആവശ്യമല്ല. ഇസ്ലാം മതവിശ്വാസം തന്നെ ഒന്നാണ്. സുന്നികളുടെ വിശ്വാസം ഒന്ന്, മുജാഹിദ് വേറൊന്ന് ആയിക്കോട്ടെ. അപ്പോൾ തിയോളജിക്കലി ഒന്നാക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ധാർമ്മികവും മനുഷ്യത്വരുമായി നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മയും എല്ലാ സഹോദരങ്ങളും എല്ലാവരെയും അള്ളാഹു തല ചേർത്ത് വെക്കട്ടെ. ബഹുമാനപ്പെട്ട രാഹുൽജിക്ക് എന്തെങ്കിലും തൻ്റെ അഭിപ്രായം ഈ പ്രഭാഷണത്തോട് പറയാനുണ്ടെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. അതോടുകൂടെ ഈ സെഷൻ അവസാനിക്കും. ഞാൻ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുള്ളൂ, പക്ഷേ നേരിട്ട് കേൾക്കുമ്പോഴാണ് എനിക്കത് വളരെ ഹൃദ്യമായി തോന്നി. ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം അത് വളരെ എനർജൈസ് ചെയ്യുന്ന, വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പോലെ പരസ്പര സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബേസ് നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കുന്നവരുണ്ടാകട്ടെ. നമ്മുടെ എല്ലാ സമൂഹത്തിൽ, എൻ്റെ സമുദായത്തിലും നിങ്ങളുടെ സമുദായത്തിലും ബാക്കി എല്ലാ സമുദായങ്ങളിലും തീവ്രസ്വരക്കാരുണ്ടാവും. ആ തീവ്രതയെ മാറ്റി നമ്മൾ മാർട്ടിൻ എന്നൊരാളെ കണ്ടു കാണും നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ. മാർട്ടിൻ പറയുന്നത്, നിങ്ങൾ രാജ്യസ്നേഹം പോരാ, അവർ ജനഗണമന പാടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോംബ് വെച്ച് 3 വയസ്സായ കുട്ടിയൊക്കെ കൊല്ലുന്നതാണ്. ഭ്രാന്തന്മാരെല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് ഭ്രാന്തന്മാരുടെ കുത്തക ഒരു സമുദായത്തിനല്ല. ഞാൻ പറഞ്ഞ 2 മിനിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തീമും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. എനിക്കിനി 1 മിനിറ്റും കൂടെയുണ്ട്. ഇതിൽ നമ്മുടെ ഈ ഇന്ത്യയുടെ കൊടി, ഞാൻ പല വേദിയിലും ചെന്ന് പറയാറുണ്ട്, നമ്മൾ സ്കൂളിൽ പഠിച്ചതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ ഈ ഇന്ത്യയുടെ കൊടിയുടെ അർത്ഥം എന്താണ് എന്ന് ഏപ്രിൽ 13, 1921 മഹാത്മാഗാന്ധി കൃത്യമായി എഴുതി വെക്കുന്നുണ്ട്. പിങ്കാളി വെങ്കയ്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നമ്മുടെ ഈ കൊടി ഡിസൈൻ ചെയ്തത്. അപ്പോൾ ആ കൊടി ഡിസൈൻ ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഇതിലെ 3 നിറങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ 3 വ്യത്യസ്ത സമുദായങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇത് മഹാത്മാഗാന്ധി പറയുകയല്ല, എഴുതി വരെ വെക്കുന്നുണ്ട്. ഏപ്രിൽ 13, 1921 യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഇതിലെ കാവി അല്ലെങ്കിൽ റെഡിഷ് ഓക്രെ അല്ലെങ്കിൽ സാഫ്രൻ കാണിക്കുന്നത് ധാർമ്മിക് റിലീജിയൻസ് അല്ലെങ്കിൽ ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജൈൻ, സിഖ് തുടങ്ങിയ മതങ്ങളെയാണ്. ഇതിലെ വെള്ള കാണിക്കുന്നത് ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയാണ്. ഇതിലെ പച്ച പ്രതിനിധാനം ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തെയാണ്. ഇതിൻ്റെ പ്രസക്തിയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഇതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ വന്ന ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊല്ലാനുള്ള കാരണങ്ങളിൽ ഒന്നായി പറയുന്നത് ഈ കാവി പതാക മാറ്റി ഈ മനുഷ്യൻ ത്രിവർണ്ണ പതാക ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ചു എന്നുള്ളതാണ്. അതായത് 1931 കറാച്ചി സമ്മേളനത്തിൽ അന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിനിധിയായ മൗലാന അബുൽ കലാം ആസാദും നെഹ്റുജിയും അടക്കം ഇന്ത്യക്കൊരു കാവി പതാക മതിയെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പറച്ചിലല്ല, എഴുതി ഒപ്പിട്ട്. 1931 AICC കറാച്ചി സമ്മേളനം. അതായത് അന്നത്തെ മുസ്ലിം പണ്ഡിതനായ മൗലാന ആസാദ് മനസ്സിൽ വിചാരിച്ചത് നിറം ഏതായാലും നമ്മൾ ഒരുമിച്ച് നിന്നാൽ മതി എന്നായിരിക്കും. ഏത് നിറമായാലും എന്താ, നമുക്ക് ഒരുമിച്ച് നിന്നാൽ മതി എന്നായിരിക്കും. പക്ഷേ ആ വിട്ടുവീഴ്ചയാണ് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ഏറ്റവും വലിയ മഹത്വം. പക്ഷേ ഗാന്ധിജിയുടെ മഹത്വം, മൗലാന ആസാദ് എന്ത് പറഞ്ഞാലും കാര്യമില്ല, നിങ്ങൾക്ക് കാവി പതാക മതിയായിരിക്കും, പക്ഷേ എനിക്കത് പറ്റില്ല, ഈ ത്രിവർണം എൻ്റെ പതാകയിൽ വേണമെന്ന് നിർബന്ധം പിടിച്ച ഗാന്ധിജിയാണ് നമ്മളുടെ രാഷ്ട്രപിതാവ്. ആ ബഹുസ്വരതയെ, നമ്മുടെ കൊടി തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബഹുസ്വരതയെ, വ്യത്യസ്തതയെ, വൈവിധ്യങ്ങളിലും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ആ മനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ സമുദായത്തിലുള്ള മുതിർന്നവർ, ക്രിസോസ്റ്റം തിരുമേനിയൊക്കെ ഉണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിലെ, ദൈവത്തിനോട് പോലും തമാശ പറയുന്നു എന്നൊക്കെ പറയും. അതേപോലെ ഞങ്ങളുടെ ഹിന്ദു സമൂഹത്തിലും അതേപോലുള്ള ആരാധ്യർ നമ്മളെ നയിക്കട്ടെ. ഇവിടെ വരാൻ കഴിഞ്ഞത് എൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. വലിയ ആ അനുഗ്രഹത്തിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ്.